ഭഗവാൻ താമസിക്കുന്നത് കൈലാസത്തിൽ മാത്രമല്ല, ശ്മശാനത്തിലാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ഒരു കഥ പറയുന്നു. രമണ മഹർഷിയും വിവേകാനന്ദനും ചേർന്ന് ഗംഗയുടെ തീരത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പം രമണ മഹർഷി പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ബോധോദയം ഉണ്ടായതുപോലെ നരേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. നരേൻ ആ കരയിലേക്ക് നോക്കുക. അപ്പൊ അവിടെ ഗംഗയുടെ തീരത്ത് നമുക്കറിയാം, അവിടെയൊക്കെ ചെതകൾ കത്താണ്. അപ്പൊ നരേന്ദ്രൻ അങ്ങോട്ട് നോക്കിയപ്പോ കണ്ടത് ഒരു 7 അടി ഹൈറ്റുള്ള രാജാനബാഹുവായിട്ടുള്ള ഒരാള്. അദ്ദേഹം മൊത്തം ചുടലഭസ്മം ധരിച്ച് ഓരോ മൃതദേഹങ്ങളുടെയും തലഭാഗത്ത് ചെന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗാത്ര. ആ മരിച്ചുപോയ ആത്മാവ് തോളിൽ കൈയിട്ട് ഭഗവാൻ കൊണ്ടുവരാറ്. ആ ഗംഗയുടെ കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിരവധി ആത്മാക്കൾ ഇരിക്കുന്നുണ്ട്. ഓരോ ആത്മാക്കളുടെയും മുമ്പിൽ ഒരു ഇലയുണ്ട്. അവിടെ അന്നപൂർണേശ്വരിയായിട്ടുള്ള ഭഗവതി അവർക്ക് അന്നം വിളമ്പി കൊടുക്കും. സങ്കല്പം. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളെ നോക്കാൻ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ.